എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിരാതവൃത്തം എന്ന കവിതയുടെ അവസാന ഭാഗമാണ്. വളരെയധികം ചുരുങ്ങിയതും എളുപ്പമുള്ളതുമായ ആശയങ്ങളും വിവർത്തനങ്ങളുമാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കവിതയുടെ ബാക്കി ഭാഗത്തേക്ക് പോകാം. എവിടെ പോയി എൻ്റെ ദിനങ്ങൾ, എവിടെ പോയി എൻ്റെ കിടാങ്ങൾ, തേൻകൂടുകൾ തേടിപ്പോയോരാൺകുട്ടികൾ എൻ്റെ കിടാങ്ങൾ, പൂക്കുട നിറയ്ക്കാൻ പോയോരെൻകുട്ടികൾ പെൺപൈതങ്ങൾ, അമ്മിഞ്ഞ ചുണ്ടത്തൊട്ടിയോ രാമ്പൽപ്പൂ മൊട്ടുകളെവിടെ. അതായത് വളരെയധികം മനോഹാരിതയിലായിരുന്നു കാട്ടാളൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം നാട്ടാളർ എല്ലാവരും ചേർന്ന് കാട്ടാളൻ്റെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ മനോഹരമായ കാട്ടാളൻ്റെ ദിനങ്ങളും കിടാങ്ങളും ആൺകുട്ടികളും പൂ പറിക്കാൻ പോയ പെൺകുട്ടികളുമെല്ലാം എവിടെ എന്നാണ് കാട്ടാളൻ ചോദിക്കുന്നത്. എവിടെ എന്നത് ആധുനിക സമൂഹത്തോടുള്ള കാട്ടാളൻ്റെ ചോദ്യമായാണ് കവി പ്രതിപാദിക്കുന്നത്. അമ്മിഞ്ഞ പാലിൻ്റെ മണം മാറാത്ത എൻ്റെ കുഞ്ഞു പൈതങ്ങൾ എവിടെ എന്നാണ് തൻ്റെ വംശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടാളരോട് കാട്ടാളൻ ചോദിക്കുന്നത്. അടുത്ത വരി നോക്കാം. തളിരെല്ലുകൾ കരിയും മണമോ തറയുന്നു നാടികളിൽ, മലരുരുകിയൊരിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ. ഈ വരികളിൽ പ്രകൃതിയുടെ നാശത്തെയാണ് കാട്ടാളൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും നേരം നിസ്സഹായാവസ്ഥയിൽ നിന്ന കാട്ടാളൻ്റെ ഉയർന്നെഴുന്നേൽപ്പിനെയാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു, ചുരമാന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. അതുവരെ നിസ്സഹായനായിരിക്കുന്ന കാട്ടാളൻ പിന്നീട് ഈറ്റപ്പുലിയുടെ ഭാവത്തിൽ ഉയർന്നെഴുന്നേറ്റ് പ്രതികരിക്കുന്നതായാണ് കവിതയുടെ മൂന്നാം ഭാഗം. ഈറ്റപ്പുലി മുരളും കണ്ണിൽ. ഈറ്റപ്പുലി എന്ന് പറയുന്നത് ആരെയാണ്? കാട്ടാളനെയാണ് പറയുന്നത്. അപ്പോൾ കാട്ടാളൻ്റെ കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി, ഒരു തീത്തുള്ളി വരികയാണ്. കാട്ടാളൻ കരളിൽ നുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു. എന്നിട്ട് കാട്ടാളൻ നിവർന്നെഴുന്നേൽക്കുകയാണ്. ചുരമാന്തിയെഴുന്ന കരുത്തിൻ തിരമാലകൾ ചീറിയലച്ചു. അതായത് നട്ടെല്ല് നിവർത്തി ചുരമാന്തി കാട്ടാളൻ എഴുന്നേറ്റപ്പോൾ തിരമാലകൾ പോലും അലയടിച്ചു എന്നാണ് കവി പറയുന്നത്. അത്രയ്ക്കും തീ പടർന്ന രൗദ്രഭാവത്തിലാണ് കാട്ടാളൻ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവോങ്ങി, മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണമാറ്റിൽ, മരമൊക്കെ ഇരിഞ്ഞവരെന്നുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. അതായത് തൻ്റെ വംശത്തെ നശിപ്പിച്ച നീചരായ നാട്ടാളരുടെ കൈകൾ കാട്ടാളൻ തൻ്റെ കൽമഴു കൊണ്ട് വെട്ടുമെന്നാണ് പറയുന്നത്. കൽമഴു ഉപയോഗിച്ച് കാട്ടാളൻ അവരുടെ കൈകൾ വെട്ടുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം അവനൊരു പ്രാചീനനാണ്. പ്രാചീനരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലേ. മലത്തീണ്ടി അശുദ്ധം ചെയ്തവർ. മലത്തീണ്ടി അശുദ്ധം എന്ന് പറഞ്ഞാൽ കാടിനെ നശിപ്പിച്ചവർ എന്നാണ് അർത്ഥം. അപ്പോൾ കാടിനെ നശിപ്പിച്ചവർ തലയില്ലാതൊഴുകണമാറ്റിൽ, തലകൾ ഉടലില്ലാതെ സമുദ്രത്തിൽ ഒഴുകണമെന്നാണ് ഇവിടെ കാട്ടാളൻ പറയുന്നത്. മരമൊക്കെ എരിഞ്ഞവരെന്നുടെ, എൻ്റെ മരങ്ങളെല്ലാം അവർ മുറിച്ചു കളഞ്ഞു. കുലമൊക്കെ മുടിച്ചവരവരുടെ, കുലം എന്ന് പറഞ്ഞാൽ വംശം എന്നാണ് അർത്ഥം. അപ്പോൾ അവരെൻ്റെ വംശത്തെയും ഇല്ലാതാക്കി. കുടമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ. എൻ്റെ മരങ്ങളെയെല്ലാം മുറിച്ചു കളഞ്ഞവരുടെയും വംശത്തെ തന്നെ ഇല്ലാതാക്കിയവരുടെയും കുടമാലകൾ ഞാൻ, ജഗമെന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെയെല്ലാം കുടമാലകൾ ഞാൻ പുറത്തെടുത്ത് ഭൂമിയിൽ മാലകളായി തൂക്കുമെന്നാണ് കാട്ടാളൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കുഴലൂരിയെടുക്കും ഞാനാ കുഴലൂതി വിളിക്കും വീണ്ടും, മത്താടി മയങ്ങിയ ശക്തികൾ എത്തും ഞാൻ വില്ലു കുലയ്ക്കും, കുലവില്ലിനു പ്രാണഞരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ, ഇടിമിന്നലൊടിച്ചമ്പഗ്നി തിരയായ കരിമുകിലിൽ ചെൻ നുരയും പൊരി പേമഴയായി പൊരിയും പൊടി വേരുകളായി പടരും മുള പൊട്ടി വിളിക്കും കിരണം. അതായത് തൻ്റെ കിടാങ്ങളെയും തൻ്റെ സന്തോഷത്തെയും തൻ്റെ വംശത്തെയും തന്നെ ഇല്ലാതാക്കിയ നാട്ടാളരുടെ കുടൽമാല കൊണ്ട് കുഴലൂതുമെന്നാണ് കാട്ടാളൻ പറയുന്നത്. എന്നിട്ട് തൻ്റെ വംശത്തെ നശിപ്പിച്ചതുപോലെ കാട്ടാളൻ നാട്ടാളരുടെ വംശത്തെയും നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്താൽ തൻ്റെ ശക്തി തിരിച്ചു കിട്ടുമെന്നാണ് കാട്ടാളൻ ഈ വരികളിൽ പറയുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാട്ടാളൻ്റെ പ്രതികാര ഭാവത്തെയാണ് കാണാൻ സാധിക്കുന്നത്.
ഇനി നമുക്ക് കവിതയുടെ അവസാന വരികളിലേക്ക് കടക്കാം. ഒരു സൂര്യനുദിക്കും, നിഴലായി ടമ്പിളി വളരും, വളരും വനമോടികളാടി തെളിയും, വനമൂർച്ചയിൽ ദുഃഖം തകരും, ഞാൻ അന്നു ചിരിക്കും. കവിതയുടെ അവസാന ഭാഗത്തിൽ കാട്ടാളന്റെ പ്രതീക്ഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നല്ല നാൾ വരുമെന്നും പ്രകൃതിയിൽ ഐശ്വര്യത്തിന്റെ സൂര്യൻ ഉദിക്കുമെന്നും അതിന് നിഴലായി അമ്പിളി വരുമെന്നും ഒരിക്കൽ വനമെല്ലാം പഴയ പോലെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുമെന്നും അന്ന് ഞാൻ ചിരിക്കുമെന്നുമെല്ലാമാണ് കാട്ടാളന്റെ പ്രതീക്ഷയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ, നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. ഇത്രയും വലിയൊരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് കത്തി വെണ്ണീറായ വനത്തിന്റെ നടുവിൽ നെഞ്ചത്തൊരു അമ്പു കുത്തിയ വേദനയിൽ നീറി നിൽക്കുകയാണ് കാട്ടാളൻ.